ഖനന അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുങ്ങിയിരിക്കുകയാണ്. ഡൽഹിയിലെ വസതിയിലടക്കം സോറൻ എവിടെയെന്ന് സംബന്ധിച്ച വിവരമില്ലെന്നാണ് ഇ ഡി പറയുന്നത്. ഹേമന്ത് സോറനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഇ ഡി. അതേസമയം റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായാണ് വിവരങ്ങൾ. ഹേമന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഹേമന്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടാൻ ഇ ഡി ശ്രമിച്ചെങ്കിലും അവരുടെ ഫോണും സ്വിച്ച് ഓഫിലാണ്. അന്വേഷണത്തിനോട് സോറൻ സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിക്കും. ജാർഖണ്ഡ് ഖനന അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഈ മാസം 29-നോ 30-നോ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ 31-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. കേസിൽ ചോദ്യം ചെയ്യലിന് 8ാം തവണയാണ് ഹേമന്ത് സോറന് ഇ ഡി നോട്ടീസ് നൽകുന്നത്. കേസിൽ നേരത്തെ നൽകിയ 7 സമൻസിലും ഔദ്യോഗിക തിരക്ക് ചൂണ്ടിക്കാട്ടി ഹേമന്ത് സോറൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇ ഡിയുടെ നടപടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ആദിവാസി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. കേസിൽ സോറോന്റെ അടുത്ത അനുയായികളുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് 50 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടെടുത്തത്. ജാർഖണ്ഡിൽ നിയമവിരുദ്ധമായി ഭൂമിയിടപാട് നടത്തുന്ന വൻ സംഘത്തിനെതിരെയാണ് അന്വേഷണമെന്നാണ് ഇ ഡി പറയുന്നത്. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന IAS ഉദ്യോഗസ്ഥനടക്കം 14 പേരെയാണ് ഇതുവരെ ഇ ഡി അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറോന്റെ കാർ അടക്കം ഇ ഡി പിടിച്ചെടുത്തു. സോറോന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്നാണ് കാർ ഇ ഡി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. അഴിമതിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണ് കാർ വാങ്ങിയതെന്നാണ് ആരോപണം. ചില രേഖകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹേമന്ത് സോറോൺ എവിടെയെന്ന് അറിയില്ലെന്നാണ് ഇ ഡി സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും സോറോൺ അധികം താമസിയാതെ തന്നെ ഇ ഡിയുടെ പിടിയിലാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.